ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലും കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങയായാലും ചക്കയായാലും ഒക്കെ പഴുത്ത് കിട്ടുന്ന ഒരു സമയമാണല്ലേ, ഇതിൻ്റെയൊക്കെ സീസണാണിപ്പോൾ. അപ്പോൾ നമ്മളത് പരമാവധി ഉപയോഗിക്കുക, നാശമാക്കാതെ മാക്സിമം പലതരത്തിൽ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റി നോക്കി അതെല്ലാം ചെയ്യാം. അപ്പോൾ കുറേ ഞങ്ങൾ പഴുത്തത് ചെത്തി വെറുതെ കട്ട് ചെയ്ത് കഴിച്ചു. അതുതന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ, അങ്ങനെ കഴിച്ചാൽ മതി. പക്ഷെ എന്നാലും ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വെറൈറ്റി ആയി കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഒന്ന് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങയൊക്കെ തോൽ ചെത്തി വെച്ചിരിക്കുക കേട്ടോ. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, 6 എടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ടിടുകയാണ്. അപ്പോൾ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ, കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് നോക്കാം. മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചതും, കുറച്ച് കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പല്ല, നമ്മളെ മധുരത്തിന് എത്രയും ആവശ്യമിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് പാൽ, അത്രയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് മാംഗോ നന്നായി മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ. പഞ്ചസാര ചേർത്തു, എന്നിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ മാംഗോ നല്ല പേസ്റ്റായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി സ്റ്റവിൽ വെക്കാനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് പാൽ ചേർത്തു. പാലും ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം, ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരകളാണ് ഇപ്പോൾ ചേർത്തത്. ചില മാങ്ങ നല്ല മധുരം ഉണ്ടായിരിക്കും, ചിലത് മധുരം കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര എന്ത് ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി കുറുകി വരാൻ അങ്ങനെ തുടങ്ങും. കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കോൺഫ്ലവർ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചൊരു 1/4 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 6 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തു കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റായിട്ട് ആ സ്റ്റവിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ അതിന് കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യുക, കട്ടായിട്ടൊന്നും നിൽക്കാതെ പാലും കോൺഫ്ലവറും കൂടി നന്നായി മിക്സ് ചെയ്യുക. കോൺഫ്ലവർ കലക്കി നമ്മളവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് അത് ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്ത് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ കോൺഫ്ലവർ കലക്കിയ മിക്സ് നമ്മൾ എടുത്തിട്ട് ഇതിൽ ചേർക്കുക. അത് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കുക. അടി പിടിക്കരുത്. ലോ ടു മീഡിയം ആ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അത് കുറച്ച് തിക്കായി വരും. അങ്ങനെ അപ്പോൾ അത് നല്ല തിക്കായി വരും. അപ്പോൾ നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ഏത് പാത്രത്തിലേക്ക്, ഡിസൈനുള്ള പാത്രങ്ങളോ എന്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ അത് സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ എടുത്തതാണിത്. അപ്പോൾ ഇവിടെ കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് 2 പേര്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല എന്താണെന്ന് പറയുക, ജെല്ലിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ചു നോക്കുകയാണ് മോൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഞാനും കഴിച്ചു, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാംഗോ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.